ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നൊരു സ്റ്റഫ്ഡ് ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടാണ്, മുട്ടയും ചീസും മാത്രമേ. അപ്പോൾ ഞാനൊരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ടൊരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി വെച്ചിട്ട് നന്നായിട്ട് മുട്ട ചിക്കി എടുക്കുവാണ്. അപ്പോൾ മുട്ട നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി അവരവരുടെ എരിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കുക. കുട്ടികൾക്കൊക്കെ കൊടുക്കുവാണെങ്കിൽ കുറച്ചിട്ട് കൊടുത്താൽ അത് എരിയാണെന്ന് പറഞ്ഞ് പിന്നെ അവർ കഴിക്കത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ മുട്ട നന്നായിട്ട് തന്നെ ചിക്കി എടുത്തിട്ട് വരാവേ. മുട്ട നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുവാണ്. ഞാൻ കുരുമുളക് ഒന്ന് ജസ്റ്റ് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിലധികം ഇൻഗ്രീഡിയൻ്റ് ഒന്നുമില്ല, മുട്ടയും ചീസും മാത്രമേ ഉള്ളൂ. വേറെ അധികം മസാലകളൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പം ഞാൻ ചപ്പാത്തി ഇവിടെ പരത്തി വെച്ചിട്ട്, നമ്മൾ നോർമൽ ചപ്പാത്തി ഉണ്ടല്ലോ അതിന് പരത്തുന്നത് പോലെ പരത്തുക. അതിനകത്തോട്ട് ചീസ് ഗ്രേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഒറിഗാനോയുടെ മിക്സ്ഡ് ഹെർബിൻ്റെ മസാലയും കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് പിസ്സയുടെ ഒക്കെ ആ ഒരു ഫ്ലേവർ വരും. അപ്പോൾ അതിനാണ് ഈ ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി വെന്ത് ഇരിക്കുന്ന മുട്ട വെച്ച് കൊടുക്കുവാണ്. അപ്പോൾ എന്നിട്ട് നമുക്കിത് ഇത്രയേ ഉള്ളൂ. ഇതിൽ വേറെ ഒന്നും ചേർക്കുന്നില്ല. പക്ഷേ ഉണ്ടാക്കി വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. ആ ചീസും ആ ഒറിഗാനോയുടെ ഫ്ലേവറും എല്ലാം കൂടെ ചീസൊക്കെ മെൽറ്റായിട്ട് നല്ല ടേസ്റ്റായിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പം ഞാൻ ഇത് സ്ക്വയർ പോലെ ഞാൻ മടക്കുവാണ്. അപ്പം ചെറുതായിട്ടൊരു എണ്ണ തൂത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്കിങ്ങനെ ലെയറായിട്ട് ഇളകി വരും ചുട്ടെടുക്കുമ്പോൾ. എണ്ണയ്ക്ക് പകരം നെയ്യ് വേണമെങ്കിലും യൂസ് ചെയ്യാവേ. അപ്പം ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് 4 വശവും ഞാൻ മടക്കി എടുക്കും. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ചപ്പാത്തിയുടെ റോള് വെച്ച് ഒന്ന് പരത്തി എടുക്കണം. ഒത്തിരി അങ്ങ് പരത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനകത്ത് സ്റ്റഫിങ് പൊട്ടിപ്പോവേ. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് പരത്തി എടുത്തിട്ട് നമുക്ക് ചപ്പാത്തി നമ്മൾ നോർമലി ചുട്ടെടുക്കത്തില്ലേ അതേപോലെ. അപ്പം ഇത് ചുട്ടെടുക്കുമ്പോൾ ഞാൻ കുറച്ച് ബട്ടറാണ് യൂസ് ചെയ്യുന്നത്. ബട്ടർ ചേർത്ത് ചുട്ടെടുക്കുമ്പോൾ നല്ലൊരു ക്രിസ്പി ആയിട്ട് വരുവേ. അപ്പം നമുക്ക് പപ്സൊക്കെ കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടത്തില്ലേ, ആ ഒരു ടേസ്റ്റിൽ വരും ബട്ടർ ചേർത്ത് ചുട്ടെടുക്കുമ്പോഴേ. അപ്പം ഞാൻ കുറച്ച് ബട്ടർ ഇട്ടിട്ടുണ്ട്. പിന്നെയും പരത്തി വെച്ചേക്കുന്ന ചപ്പാത്തിയുടെ സ്റ്റഫ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മൊരിച്ചെടുക്കണം. അപ്പോൾ ഇത് തീ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ, കാരണം ഉള്ളും കൂടെ വേവാനുള്ളതാണ്. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് 2 വശവും തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. വേണമെങ്കിൽ ഇടയ്ക്കൊന്ന് അടച്ചു വെച്ചാലും കുഴപ്പമില്ല. അപ്പോൾ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുവേ. അപ്പോൾ അങ്ങനെ നമ്മുടെ ചപ്പാത്തി ചീസും മുട്ടയൊക്കെ ചേർത്ത് സ്റ്റഫ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. Thank you for watching.